അറബിക്കടലിൻ്റെ ആരവങ്ങളും ഭാരതപ്പുഴയുടെ പദനിസ്വനങ്ങളും കാണാമറയത്തേക്ക് നീളുന്ന കായൽ പരപ്പുകളുമാണ് പൊന്നാനിയുടെ സൗന്ദര്യവും അടയാളവും. പുഞ്ചവയലുകളിലെ നെൽകൃഷിയും നിറഞ്ഞു നിൽക്കുന്ന കൽപ്പവൃക്ഷങ്ങളുമാണ് ഈ ഭൂമികയുടെ അടിസ്ഥാന മുദ്രകൾ. വാണിജ്യ കീർത്തികളാൽ പൊൻനാണയങ്ങൾ വന്നു നിറഞ്ഞിരുന്ന മലബാറിൻ്റെ മക്ക എന്നറിയപ്പെട്ട മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായ പൊന്നാനിയുടെ വർത്തമാനകാല ചിത്രങ്ങൾ ആരെയും നൊമ്പരപ്പെടുത്തുന്നതാണ്. മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഭാഗമായിരുന്ന പൊന്നാനി കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷവും പ്രതാപപൂർവം ഓർക്കപ്പെട്ടു. പക്ഷേ രാഷ്ട്രീയ ചക്കളത്തി പോരാട്ടങ്ങൾക്ക് വേദിയായി മാറി എന്നല്ലാതെ 6 പതിറ്റാണ്ട് കാലം മാറി മാറി നിലകൊണ്ടിട്ടും പ്രദേശത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ ക്ലാവ് പിടിച്ച് തന്നെ കിടന്നിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പൂർത്തിയാവാതെ വികസനം മുരടിച്ച ഒരു മണ്ഡലമായി പൊന്നാനി ഇന്നും നമുക്ക് മുന്നിൽ. 36 കോടി രൂപ അടങ്കൽ തുക വെച്ച് നിർമ്മാണം തുടങ്ങുകയും 48 കോടി രൂപയിൽ പൂർത്തിയാക്കുകയും ചെയ്ത ഫിഷിംഗ് ഹാർബറാണ് കൊട്ടിഘോഷിക്കുന്ന ഒരു വികസനം. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം? 2011 മാമാങ്കം പോലെ നടത്തിയ ഉദ്ഘാടന മഹോത്സവം പോലും ഒരു കെട്ടുകാഴ്ചയായി അവസാനിച്ചു. നിർമ്മാണത്തിൽ വന്ന മഹാവൈകല്യങ്ങൾ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കോ പൊതുജനങ്ങൾക്കോ ഉപകാരമില്ലാതെ കോടികൾ നഷ്ടപ്പെടുത്തിയ നോക്കുകുത്തിയായ വികസനമായി മാറി. ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഫിഷർമെൻ കോളനി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം നഗരസഭ വഴി 5 ഏക്കർ സ്ഥലത്ത് 3.5 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച 120ഓളം വീടുകൾ. കെട്ടിട നിർമ്മാണത്തിലെ ഒരു മാനദണ്ഡവും പാലിക്കാതെ നിലവാരമില്ലാത്ത നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ച് ഒരു പ്ലാനിങ്ങുമില്ലാതെ നിർമ്മിച്ച കുറേ കൂരകൾ. ഒരു കുടുംബത്തിന് പോലും ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്ത കോടികൾ തുലച്ച് അനാഥമായി കിടക്കുന്ന ഈ കുട്ടിപ്പുരകളാണത്രേ മറ്റൊരു വികസന മുഖം. മാതൃശിശു ആശുപത്രിയാണ് മറ്റൊരു ദയനീയ വികസനം. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ രൂപം കൊണ്ട ഒരു സ്വപ്ന പദ്ധതി. പക്ഷേ പുതിയ തസ്തികകളില്ലാതെ, ഉപകരണങ്ങളില്ലാതെ, ജീവനക്കാരില്ലാതെ, ഫണ്ടില്ലാതെ, സർക്കാരിൻ്റെ കെടും കാര്യസ്ഥത കൊണ്ട് മാത്രം ജീവനില്ലാതെ പോയ പദ്ധതി. ഇതൊന്ന് പ്രവർത്തിച്ചു കാണാൻ ഈ മണ്ഡലം നിവാസികൾ ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? വെട്ടത്തുനാട് മുതൽ തിരുക്കൊച്ചി വരെ, അഥവാ തിരൂർ മുതൽ കൊച്ചി വരെ മനോഹരമായ ജലയാത്ര സാധ്യമാവുന്ന കനോലി കനാൽ. ദേശീയ ജലപാത നവീകരണ പദ്ധതി പ്രകാരം നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമിട്ട ഇതും വഴിയിൽ കിടന്നു തുടങ്ങിയിട്ട് വർഷങ്ങളാവുന്നു. കേന്ദ്ര പദ്ധതിയുടെ കീഴിൽ സംസ്ഥാന സർക്കാർ തുടക്കമിട്ട് കോടികളുടെ നിർമ്മാണ സാമഗ്രികൾ വെള്ളത്തിലാക്കിയെന്നല്ലാതെ എവിടെയും എത്തിയില്ല. അനന്ത സാധ്യതകളുടെ പാരാവാരം സമ്മാനിക്കാൻ ഉതകുന്ന കനോലി കനാൽ വികസനം ഇങ്ങനെ പോയാൽ വിസ്മൃതിയിലാവാൻ അധിക നാൾ വേണ്ടിവരില്ല. ലക്ഷോപലക്ഷങ്ങൾ അന്നം കണ്ടെത്തുന്ന കോൾ കൃഷി, പ്രദേശത്തിൻ്റെ പ്രധാന വിളയായ കേര കൃഷി, മത്സ്യത്തൊഴിലാളികളോടുള്ള തികഞ്ഞ അവഗണന, ഇതുവരെ പരിഹരിക്കാനാവാത്ത കുടിവെള്ള പ്രശ്നം, ശാസ്ത്രീയമായി പരിഹരിക്കാൻ കഴിയാത്ത മാലിന്യ നിർമ്മാർജ്ജനം, യാതൊരു പരിരക്ഷയുമില്ലാത്ത തീരദേശ സംരക്ഷണം, പോളിടെക്നിക്, വിദ്യാലയങ്ങൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, അടിസ്ഥാന വികസനങ്ങളോടും ക്ഷേമ പദ്ധതികളോടുമുള്ള അവഗണനകൾ, ഇങ്ങനെ പറഞ്ഞാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങൾക്ക് സാക്ഷിയാണ് വർത്തമാനകാല പൊന്നാനി. കണ്ടില്ലേ പൊന്നാനിയുടെ ചിത്രം? കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി നമ്മെ മാറി മാറി ഭരിച്ചവർ നമുക്ക് നൽകിയ വികസനത്തിൻ്റെ ബാക്കിപത്രമാണിത്. ഒരു മാറ്റം നമുക്ക് അനിവാര്യമല്ലേ? ആ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണിപ്പോൾ. മെയ് 16 നടക്കുന്ന 14ാമത് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ്. എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടുകളും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, ജനങ്ങളുടെ അടിസ്ഥാന ക്ഷേമ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണമെന്നും നിങ്ങളുടെ ജനപക്ഷ പ്രതിനിധിയായി എന്നും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കുമെന്നും ഉറപ്പു നൽകുകയാണ്.